ഈ മലപ്പുറം ജില്ലയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരൊറ്റ ക്രിസ്ത്യൻ എം എൽ എ ഉണ്ടായിട്ടില്ല. 1969 ഈ ജില്ല രൂപീകരിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ 2024-25 വരെ ഈ ജില്ലയിൽ ഒരു ക്രിസ്ത്യൻ എം എൽ എ ഉണ്ടായിട്ടില്ല. അതൊരു ഘടകമല്ലേ? എന്തൊക്കെ ഊളത്തരാടോ ചങ്കര വന്നിരുന്ന് പറയുന്നത്. താൻ ഒരു തനി കാവിച്ചങ്കരനായി മാറിയില്ലേ? ഒരു ചാനലിന്റെ മുമ്പിൽ വന്നിരുന്ന് ഇത്രയും ആൾക്കാർ കാണുന്ന ആ ബോധമുള്ള ആൾക്കാരൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് വന്ന് ഇത്ര വലിയൊരു ബോധക്കേട് ഊളത്തരം നിനക്ക് വിളിച്ചു പറയാൻ തോന്നിയോ? നീ മലപ്പുറത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു ക്രിസ്ത്യാനി എം എൽ എ ഉണ്ടായിട്ടില്ല. ക്രിസ്ത്യാനി എം എൽ എ മാത്രല്ലടാ വഡ്ഡുപ്ലിയെ, അവിടെ ജയിച്ച് ഒരു ക്രിസ്ത്യാനി അവിടെ ജയിച്ച് മുഖ്യമന്ത്രി വരെ ആയിട്ടുണ്ട്. ഈ ചരിത്രം പോലും അറിയാത്ത നീയാണോ പരമചരിത്ര ഗവേഷകനും സാമൂഹ്യ നിരീക്ഷകനും സംഘി നേതാവൊക്കെ ആയിട്ട് മാറുന്നത്? താൻ ശരിക്കും ഊളയാണോ? നീ കേക്ക് പറഞ്ഞുതരാം എനിക്ക് വേണേല്. മലപ്പുറം ജില്ല രൂപീകരിച്ച 1969 എനിക്കറിയാലോ. അതും എനിക്കറിയില്ല. നീ മലപ്പുറം ജില്ലയില്ലെന്ന് നീ പറയോ കുറച്ച് കഴിയുമ്പോഴേക്കും. അത് നീ അഫ്ഗാനിസ്ഥാനാണ് അല്ലെങ്കിൽ താലിബാൻ എന്നൊക്കെ നീ വേണേൽ ചലയ്ക്കും. നിന്റെ വർത്താനം അമ്മാതിരി ചെറ്റ വർത്താനാണ്. ഈ പറഞ്ഞ 1969 മലപ്പുറം ജില്ല രൂപീകരിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് 1995 ആന്റണി തിരൂരിന്ന് ജയിച്ചു പോകുന്നത് മോൻ അറിഞ്ഞില്ലേ? അന്ന് എന്തേ ആന്റണി ഈ മുറിച്ച് മറ്റേ ഇതിലായിരുന്നു, മുസ്ലിം ആയിരുന്നു. പിന്നെയാണ് ആന്റണി മതം മാറി ക്രിസ്ത്യാനി ആയത്. എടാ ഊളെ, അവിടുന്ന് ജയിച്ച് വന്നിട്ട് ആന്റണി എന്താ പറയുക മുഖ്യമന്ത്രി വരെ ആയി. കേരളത്തിൽ ഏറ്റവും സേഫായിട്ട് ഒരാളെ നിർത്തി ജയിപ്പിച്ച് അവിടുന്ന് കൊണ്ടുവന്ന് മുഖ്യമന്ത്രി വരെ ആക്കാം എന്നുള്ളൊരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു ചിന്ത ഈ പറഞ്ഞ നേതാക്കന്മാർക്ക് ഉണ്ടെങ്കിൽ അത് മലപ്പുറത്താണോ? ഊളത്തരം പറയുമ്പം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നീ കൈയടിക്കാൻ കുറെ സംഖ്യക്കൂട്ടം നിനക്ക് ചുറ്റുമുണ്ടെന്ന് അറിയാം. നിന്റെ ട്രൗസറിന്റെ അടിയിലിട്ട കള്ള കാവി ജഡ്ഡി ഉണ്ടല്ലോ, അത് നീ ഇടക്കിടക്ക് ഇതുപോലെ പുറത്ത് കാണിക്കുകയും ചെയ്യും. നീയാണോ വലിയ ചരിത്ര എന്താ പറയാ മറ്റേ ഞാൻ പറയുന്നില്ല അതിന് വാക്ക്. ഇങ്ങനെ വന്നിരുന്ന് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നിനക്കല്ലേ പറ്റുള്ളൂ. ഇത് കാണുന്ന എടാ നിന്റെ ഇപ്പോഴത്തെ പൊതുവേ സംഘപരിവാറിന്റെ ഒരു പരിപാടി ഉണ്ട്. അതായത് ആദ്യം ഹിന്ദുക്കളെയും മുസ്ലിങ്ങളും തമ്മിൽ അടുപ്പിച്ച് വോട്ട് നേടാ എന്നുള്ളതായിരുന്നു ഇവന്മാരുടെ പരിപാടി. ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഇവന്മാർ ആ ടേണൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. എന്താ ഓൾറെഡി ഹിന്ദു മുസ്ലിം തല്ല് തുടങ്ങിയിട്ടുണ്ട് ഒരു സൈഡിൽ നിന്ന്. ഇനി അതിങ്ങനെ ഇടക്കൊന്ന് ഊതി കൊടുത്താൽ മതി, അതിങ്ങനെ വെറുത്ത് വന്നോളും. ഇപ്പം നിന്റെ ഒക്കെ ഏറ്റവും മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും എങ്ങനെ കടുപ്പിക്കാം എന്നാണ് നിന്റെ ഒക്കെ പൊതു ലക്ഷ്യം എന്ന് പറഞ്ഞത്. അത് നീ വളരെ വളരെ വ്യക്തമായിട്ട് എവിടെയൊക്കെ പോയിരുന്നേ ചലയ്ക്കാൻ പറ്റും നീ ചലയ്ക്കുന്നുണ്ട്. അതിന്റെ ഭാഗമാണ് ഇതെന്നുള്ളത് വ്യക്തമാണ്. ഈ പറഞ്ഞ ആന്റണി ജയിച്ചതും മുഖ്യമന്ത്രി ആയതും ഒക്കെ ഈ പറഞ്ഞ മലപ്പുറത്ത് എം എൽ എ ആയിട്ടായിരുന്നു. അപ്പൊ ആ ബോധം നിനക്ക് ഇല്ലാതായി പോയത് നിന്റെ തലയിലെ ചാണകത്തിന്റെ കെട്ട ചാണകം തലയിലുള്ളത് കൊണ്ടാണ്, വേറെ ഒന്നുകൊണ്ടും അല്ലത്. ഇനി നിനക്ക് എന്താ വേണ്ടത്? മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ അടുപ്പിക്കണം. ആ ഒരു ഐക്യം കൂടെ അങ്ങ് തകർത്ത് കഴിഞ്ഞാൽ പിന്നെ ശങ്കരൻ പാൻറ് ഊരും. അടിയിലെ കാവി കളസം പുറത്ത് കാണിച്ച് നടക്കുക തന്നെ ചെയ്യും. പച്ച സംഖ്യയായി നടക്കും എന്നുള്ളതിൽ ഒരു തെറ്റും പറയാനില്ല. നീ അങ്ങനെ ചെയ്യും. അതിനുള്ള എല്ലാ പടികളും നീ നല്ല വ്യക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇനി നിന്നോട് പറയട്ടെ, ഇങ്ങനെയൊക്കെ വന്ന് ഇരുന്ന് വലിക്കുമ്പോൾ എല്ലാം കേൾക്കുന്നവന്മാര് ചങ്കികളും ശങ്കരന്റെ തെങ്ങുമ ശങ്കരനും ആയിക്കോണമെന്നില്ല. നീ തെങ്ങിന്റെ മുകളിൽ നിന്ന് ഇടക്കൊക്കെ തൂറുന്ന സമയത്ത് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നീ അങ്ങോട്ട് ഒലത്തുന്നുണ്ടല്ലോ അവിടെ ഇരുന്നിട്ട്. ഞാൻ നിന്നോട് കാര്യം ചോദിച്ചു നോക്കട്ടെ, ഈ പറഞ്ഞ മലപ്പുറത്ത് നീ ക്രിസ്ത്യാനികളൊപ്പം എടുത്തിട്ട് പണ്ടേ നിന്റെ RSS അല്ലെങ്കിൽ സംഘപരിവാർ പറഞ്ഞൊരു കാര്യമുണ്ട്. മലപ്പുറത്തുനിന്ന് ഒരു ഹിന്ദു, അതായത് ലീഗാരാണല്ലോ ഏറ്റവും കൂടുതൽ മലപ്പുറത്തുള്ളത്, മുസ്ലിങ്ങളാണ് കൂടുതൽ. ഒരുപാടൊന്നുമില്ല, 54% മുസ്ലിങ്ങളുള്ളൂ. ബാക്കിയുള്ളത് ഹിന്ദുവും ക്രിസ്ത്യാനിയൊക്കെ തന്നെയാണ് ഈ മലപ്പുറത്തുള്ളത്. അത് നീ മനസ്സിലാക്കണം. പണ്ടേ സംഘപരിവാറിൻ്റെ ഒരു വർത്താനുണ്ട്. അതായത് മലപ്പുറത്ത് ഇതുവരെ ഒരു ഹിന്ദു MLA അല്ലെങ്കിൽ MP അല്ലെങ്കിൽ സ്ഥാനാർത്ഥിനെ നിർത്താറില്ല എന്നും പറഞ്ഞിട്ട് ഒരു ഇതേപോലെ നീ പഠിച്ചില്ലേ, നീ പഠിച്ച പോലെ തന്നെ ഒരു പച്ച നട്ട മുളയ്ക്കാത്തൊരു നുണ. അത് പണ്ട് മുതലേ പറയാറുണ്ട്. അതിനും കൂടെ നിന്നോടൊരു വർത്താനം ഞാൻ പറഞ്ഞുതരാം. മലപ്പുറത്ത് ഇതിനു മുമ്പ് പലവട്ടം, 1, 2, 3 അല്ല, പലവട്ടം ഹിന്ദുക്കള് അതായത് നീയാണ് ഈ മറ്റേ ജാതി മതം വ്യവസ്ഥകളൊക്കെ ഉണ്ടാക്കി ചലക്കുന്നത്. അതുകൊണ്ട് പറയട്ടെ, മുസ്ലിങ്ങളല്ലാത്തവര് പലവട്ടം അവിടെ ജയിച്ചു വന്നിട്ടുണ്ട്. ഞാൻ 1, 2 ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ചലച്ചപ്പോൾ തന്നെ എനിക്ക് ഓർമ്മയിലോട്ട് വന്നു 1, 2 കാര്യങ്ങൾ ഞാൻ നിന്നോട് പറഞ്ഞുതരാം. 1970 അവിടുത്തെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. അതായത് അവിടുത്തെ MLA കൊല്ലപ്പെടുകയുണ്ടായി. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, കൊല്ലപ്പെടുകയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ മലപ്പുറത്ത് നീ പറഞ്ഞ നിലമ്പൂര് തന്നെ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. അന്ന് അവിടുന്ന് ജയിച്ചു വന്നത് ആരാന്ന് എനിക്കറിയാം, MP ഗംഗാധരനായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടുന്ന് ജയിച്ചു വന്നത്. അത് കഴിഞ്ഞിട്ട് അതേ സ്ഥലത്ത് തന്നെ അവിടെ എന്താ പറയുക, ഉപതെരഞ്ഞെടുപ്പല്ല, അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലോട്ട് അന്ന് അവിടെ 1982 ജയിച്ചു വന്നത് നിലമ്പൂരിൽ തന്നെ അവിടെ ജയിച്ചു വന്നത് C ഹരിദാസ് ആയിരുന്നു, CPM സ്ഥാനാർത്ഥി. അപ്പം തന്നെ നിനക്ക് 2 ഉദാഹരണങ്ങൾ കാണിച്ചത്. നീ നിലമ്പൂർ അങ്ങോട്ട് വിട്ടോ, നിലമ്പൂർ വിട്ടിട്ട് നീ ഇങ്ങനെ താഴോട്ട് വണ്ടൂരോട്ട് വാ.
വണ്ടൂർ വന്നു കഴിഞ്ഞാൽ വണ്ടൂർ MLA ആരാണ്? AP അനിൽകുമാറാണ്. അതും മുസ്ലിം അല്ല കേട്ടല്ലോ. ഇനി അതും പോട്ടെ, ഇനി പൊന്നാനി എടുത്തു. പൊന്നാനി MLA ആയിരുന്നു P നന്ദകുമാർ. അതിനുശേഷം അവസാന തെരഞ്ഞെടുപ്പിൽ ആരായിരുന്നു പൊന്നാനി MLA ആയത്? നമ്മുടെ P രാമകൃഷ്ണൻ, നമ്മുടെ സ്പീക്കർ വരെ ആയ ആള്. അപ്പോൾ നീ ഒരു കാര്യം ആലോചിച്ച് വെക്കണം. ഈ മലപ്പുറത്ത് നിർത്തിയിട്ടുള്ള ആൾക്കാർ MLA ആയിട്ടുണ്ട്, MP ആയിട്ടുണ്ട്, സ്പീക്കറും ആയിട്ടുണ്ട്, മുഖ്യമന്ത്രി വരെ ആയിട്ടുണ്ട്. അപ്പോൾ നീയും നിന്റെ ഈ കൂട്ടക്കാരും സംഘപരിവാർ കൂട്ടക്കാരും ഇങ്ങനെ വന്നിരുന്ന് ചെറ്റത്തരം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, വായിക്കൂടെ വരുന്ന സകലമാന കളവും പറഞ്ഞ് മുസ്ലിം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നുള്ളൊരു ഐക്യം തകർക്കാൻ നീ ഉടുത്ത കാവി കളസ അല്ലെങ്കിൽ നിന്റെ വായിലോട്ട് തൂറി തരുന്ന സംഘികളുടെ തീട്ടത്തിന്റെ ടേസ്റ്റ് അറിഞ്ഞിട്ട് നീ കാണിക്കുന്ന ചെറ്റത്തരം ഉണ്ടല്ലോ, പരമനാറിയ ഒരു ചങ്കര. നീ എന്നും തെങ്ങുമ്പോൾ തന്നെയാണ്. നീ ഇതുവരെ താഴ്ത്തിറങ്ങിയിട്ടില്ല. താഴ്ത്ത് നോക്കിയാൽ കാണാം നിന്റെ കളസത്തിന്റെ കളറ് കാവി കളറാണുള്ളത്. പൊന്നാര ചങ്കര, നീ ഒരു വല്ലാത്ത പടപ്പായി പോയല്ലോ പടച്ചോനെ.